പ്രിയപ്പെട്ടവരെ, നമസ്കാരം. കേരളത്തിൽ ഓണാഘോഷങ്ങളിൽ പങ്കെടുക്കാനും തൃശ്ശൂരിൽ നടക്കുന്ന പുലിക്കളിയിൽ കൂടെ നിന്ന് പങ്കെടുക്കാനും അദ്ദേഹം പ്രഖ്യാപിച്ച 3 ലക്ഷം രൂപ ധനസഹായം നേരിട്ട് കൊടുക്കാനും എത്തിയതാണ് സുരേഷ് ഗോപി, കേന്ദ്ര സഹമന്ത്രി. പക്ഷെ പെട്ടെന്ന് കേന്ദ്ര സർക്കാർ അങ്ങോട്ട് അദ്ദേഹത്തിനെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിരിക്കുകയാണ്. എന്തിനായിരിക്കാം അദ്ദേഹത്തിനെ വിളിപ്പിച്ചത്? നമുക്ക് ഒരുപാട് ഊഹാപോഹങ്ങൾ പറയാം. പക്ഷേ ഏറ്റവും പ്രധാനം കേരളത്തിലെ ഇപ്പോഴത്തെ വർത്തമാനകാല വിശേഷങ്ങൾ തന്നെയാണ്. പ്രധാനമായിട്ടും അയ്യപ്പ സംഗമം നടക്കാൻ പോകുന്നതിന് പശ്ചാത്തലത്തിൽ നമ്മൾ ഇതിനെ വിലയിരുത്തുമ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ എന്ന പൂക്കളത്തിനെതിരെ കേരള പോലീസ് കേസെടുത്തിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഒരു വലിയ രാജ്യസ്നേഹികളുടെയും ഭക്തരുടെയും ഒരു മഹാസംഗമം സംഘടിപ്പിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നതിന് വേണ്ടി തന്നെയാണ് സുരേഷ് ഗോപിയെ അങ്ങോട്ടേക്ക് വിളിപ്പിച്ചിരിക്കുന്നത് എന്ന ചില സൂചനകളാണ് ഇപ്പോൾ ലഭിക്കുന്നത്. നമുക്ക് അത്തരം കാര്യങ്ങൾ കൂടുതൽ സംസാരിക്കാം. നിങ്ങൾ തുടരുക. നമ്മുടെ കേരളത്തിന്റെ ഭരണാധികാരി ഉറങ്ങുകയാണ് അതോ ഉറക്കം നടിക്കുകയാണോ എന്നറിയില്ല. എന്തായാലും കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ ഒരു ജനാധിപത്യ സംസ്ഥാനത്ത് നടക്കുന്നതിനേക്കാൾ നടക്കും എന്ന് നമ്മൾക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്നതിനേക്കാൾ അപ്പുറമാണ്. അദ്ദേഹം നടക്കുന്ന സംഭവങ്ങൾ, അതായത് അടിയന്തരാവസ്ഥ കാലത്ത് നടന്ന ലോക്കപ്പ് മർദ്ദനത്തിനേക്കാളും ക്രൂരമായ ലോക്കപ്പ് മർദ്ദനങ്ങളാണ് ഇപ്പോൾ കേരളത്തിലെ ലോക്കപ്പ് മർദ്ദനങ്ങളുടെ ദൃശ്യങ്ങൾ പുറത്തു വന്ന് കേരള ജനം കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നമ്മുടെ ഈ പോലീസിന്റെ അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി ഉറക്കത്തിലാണ്. അദ്ദേഹം ഒന്നും അറിയുന്നില്ല. എന്തിന് അദ്ദേഹത്തിന്റെ മൂത്ത കാരണവരായ EMSന്റെ മാതാവിനെ പോലും അധിക്ഷേപിച്ചിട്ട് പോലും അദ്ദേഹത്തിന് മിണ്ടാട്ടമില്ല, കുലുക്കമില്ല. അതുകൊണ്ടാണ് അദ്ദേഹം ഉറങ്ങുകയാണോ എന്ന് നമുക്ക് സംശയം വന്നത്. അതോ അദ്ദേഹത്തിന് നിവർത്തിയില്ല, ഉറക്കം നടിച്ച് കിടന്നായേ പറ്റൂ എന്നുള്ള അവസ്ഥയിലാണ്. 5 വോട്ടിന് വേണ്ടിയിട്ട് ഉറക്കം നടിക്കുകയാണോ, അതോ അദ്ദേഹം ഇനി എന്നാണ് ഉണരുക? ഓപ്പറേഷൻ സിന്ദൂർ എന്ന രാജ്യത്തിന്റെ അഭിമാനപരമായ ഒരു വിജയം, അതായത് ഒരു പോരാട്ട വിജയം, അത് ഓർമ്മിച്ചുകൊണ്ട്, അതിനെ സ്മരിച്ചുകൊണ്ട് നമ്മുടെ ഓണാഘോഷത്തിൽ ഒരു ക്ഷേത്രത്തിന്റെ സമീപത്തായിട്ട് ഒരു അത്തപ്പൂക്കളം ഇട്ടത്, ഓപ്പറേഷൻ സിന്ദൂർ എന്ന് അതിൽ പൂക്കൾ കൊണ്ട് വരഞ്ഞു വെച്ചത് കേരള പോലീസിന് മുന്നിൽ വലിയ തെറ്റായിരിക്കുകയാണ്. FIR ഇട്ട് കേസെടുത്തിരിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ ഓണാഘോഷത്തിന്റെ ഭാഗമായ അത്തപ്പൂക്കളങ്ങൾ ധാരാളം നടക്കാറുണ്ട്. അത്തപ്പൂക്കളം മത്സരങ്ങൾ ധാരാളം നടക്കാറുണ്ട്. ഈ അത്തപ്പൂക്കളങ്ങൾ വളരെ കലാപരമായിട്ട് ഡിസൈൻ ചെയ്ത് അതിനകത്ത് വേണ്ടപ്പെട്ട ചിത്രങ്ങൾ ആലേഖനം ചെയ്ത് നമ്മൾ കണ്ടു. മാവേലിയുടേത് മാത്രമല്ല, ചില നേതാക്കളുടെ മുഖങ്ങൾ പോലും ആലേഖനം ചെയ്യാറുണ്ട്. അതൊക്കെ നമ്മൾ സാധാരണയായി അങ്ങനെ കണ്ട് കളയുകയാണ് ഉണ്ടായത്. പക്ഷെ ഇപ്പൊ കൊല്ലം ജില്ലയിലെ ശാസ്താംകോട്ട മുതുവിലക്കാട് പാർത്ഥസാരഥി ക്ഷേത്രത്തിന് സമീപത്ത് കുറെ ചെറുപ്പക്കാർ ഒരു അത്തപ്പൂക്കളം ഇട്ടു. ആ അത്തപ്പൂക്കളം എന്ന് പറയുന്ന രാജ്യത്ത് ഇപ്പോൾ നടന്ന പഹൽഗാം കൂട്ടക്കൊല നമ്മളെ മരവിപ്പിച്ചതാണ്. അതിന് പ്രതികാരമായിട്ട് അല്ലെങ്കിൽ അതിന് മറുപടിയായിട്ട് നമ്മുടെ ഗവൺമെന്റ്, നമ്മുടെ ഭാരത സർക്കാർ മറുപടി കൊടുക്കുകയും അങ്ങനെ ഓപ്പറേഷൻ സിന്ദൂർ എന്ന വലിയ പോരാട്ട വിജയം നമ്മൾ നേടിയെടുക്കുകയും ചെയ്തത് നമുക്കറിയാം. അതിന്റെ സ്മരണ പുതുക്കിക്കൊണ്ട് ഈ ചെറുപ്പക്കാർ ഈ ശാസ്താംകോട്ട മുതുവിലക്കാട് പാർത്ഥസാരഥി ക്ഷേത്രത്തിന് മുന്നിൽ ഒരു അത്തപ്പൂക്കളം ഇട്ടു. ഓപ്പറേഷൻ സിന്ദൂർ എന്ന് അവർ പൂ കൊണ്ട് അത് വരഞ്ഞു വയ്ക്കുകയും ചെയ്തു. ഈ അത്തപ്പൂക്കളത്തിനെതിരെ ഇപ്പോൾ കേരള പോലീസ് FIR ഇട്ട് കേസെടുത്തിരിക്കുകയാണ്. കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്നാണ് FIR-ൽ പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, ക്ഷേത്രത്തിന് 500 മീറ്ററിന് അകത്തുള്ള പ്രദേശത്ത് ഛത്രപതി ശിവജിയുടെ ചിത്രവും വച്ചു. അതും വലിയൊരു തെറ്റാണ്. ഈ പൂക്കളത്തിൽ ആ പഹൽഗാം കൂട്ടക്കൊലയിൽ കൊല്ലപ്പെട്ട ഭർത്താവിന്റെ അടുത്തിരുന്ന് കരയുന്ന, സിന്ദൂരം മായച്ചു കളയേണ്ടി വന്ന നമ്മുടെ ഒരു ഭാരത സ്ത്രീയുടെ ചിത്രവും അവർ ആലേഖനം ചെയ്തിരുന്നു. അതിന്റെ സ്മരണ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ്. നമ്മുടെ രാജ്യസ്നേഹം ഉയർത്തുന്ന തരത്തിലുള്ള ഒരു പൂക്കളം തന്നെയാണ് ഉണ്ടായിരുന്നത്. ആ പൂക്കളത്തിൽ കാവിക്കൊടി ആലേഖനം ചെയ്തിരുന്നു എന്നാണ് ഇപ്പോൾ ക്ഷേത്ര കമ്മിറ്റിക്കാർ രാഷ്ട്രീയ പാർട്ടിയുടെ കൊടികൾ ആലേഖനം ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് ക്ഷേത്ര കമ്മിറ്റി പരാതി കൊടുത്തത്.
എന്നാൽ ഈ പൂക്കളമിട്ടവ ചെറുപ്പക്കാർ പറയുന്നത് ഈ പാർത്ഥസാരഥി ക്ഷേത്രത്തിന് മുന്നിൽ അതിന്റെ മുകളിൽ പറക്കുന്ന കൊടി, അതേ കൊടിയാണ് ഞങ്ങൾ ഈ പൂക്കളത്തിൽ വരഞ്ഞു വെച്ചത്. അല്ലാതെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും കൊടികൾ ഞങ്ങൾ വരഞ്ഞു വെച്ചിട്ടില്ല. ക്ഷേത്രത്തിന് മുന്നിൽ പാറിപ്പറന്നുകൊണ്ടിരിക്കുന്ന അതേ കൊടി, അതേ അടയാളം, അത് തന്നെയാണ് ഞങ്ങൾ ഈ പൂക്കളത്തിലും വെച്ചത്. ഇതെങ്ങനെ രാഷ്ട്രീയ പാർട്ടിയുടെ കൊടിയാകും എന്നാണ് ഈ ചെറുപ്പക്കാർ, സൈനികൻ ഉൾപ്പെടെയുള്ള ഒരു സൈനികൻ, ഒരു മുൻ സൈനികൻ ഉൾപ്പെടെയുള്ള ഒരു നേതൃത്വത്തിലാണ് ഈ പൂക്കളം ഇട്ടത്. അവരെ പ്രധാന പ്രതികളാക്കിക്കൊണ്ടാണ് ഇപ്പോൾ കേസും എടുത്തിരിക്കുന്നത്. ഇത് രാജ്യത്ത് നമുക്ക് എങ്ങനെയാണ് നമ്മൾ വിലയിരുത്തേണ്ടത്? ഒരു രാജ്യം നേടിയ വലിയൊരു പോരാട്ട വിജയത്തിനെ സ്മരിച്ചുകൊണ്ട് ഒരു അത്തപ്പൂക്കളം ഇടുമ്പോൾ അത് കലാപമുണ്ടാക്കാനാണെന്ന് പരാതി പോവുകയും ക്ഷേത്ര കമ്മിറ്റിക്കാർ പരാതി കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് വരികയും പോലീസ് FIR ഇട്ടത് കേസെടുക്കുകയും ചെയ്തിരിക്കുന്നു ആലോചിക്കുമ്പോൾ ഇത് ഈ രാജ്യം, നമ്മുടെ ഈ കേരളം ഏത് അവസ്ഥയിലേക്കാണ് പോകുന്നത് എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. തൃത്താല ഉറൂസിനോടനുബന്ധിച്ച് ആനപ്പുറത്ത് ഹമാസിന്റെയും ഹിസ്ബുള്ള തീവ്രവാദികളുടെയും ചിത്രങ്ങൾ ആലേഖനം ചെയ്തു പോയിട്ടുണ്ട്. അതൊന്നും വലിയ പ്രശ്നമാക്കിയിട്ടില്ല എന്നാണ് ഈ അത്തപ്പൂക്കളമിട്ട ചെറുപ്പക്കാർ ഇപ്പോൾ പറയുന്നത്. എന്തായാലും ഈ അത്തപ്പൂക്കളമിട്ട കൊല്ലത്ത് ഈ പാർത്ഥസാരഥി ശാസ്താംകോട്ട പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നമ്മുടെ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി എത്തി, അപ്രതീക്ഷിതമായി എത്തുകയും അദ്ദേഹം ഈ ഓപ്പറേഷൻ സിന്ദൂർ പൂക്കളത്തിൽ സിന്ദൂരം അർപ്പിക്കുകയും ചെയ്തു. ആ സിന്ദൂരം കൂടി നിന്നവരുടെ പേർക്കും അദ്ദേഹം സിന്ദൂരം അണിയിച്ചു. ഇത് വലിയൊരു ആവേശമായി, ഇതൊരു വലിയൊരു വാർത്തയായി. ഇത് കേന്ദ്ര സർക്കാർ അപ്പോഴപ്പോൾ കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു, വിവരങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതൊരു വലിയൊരു സംഭവമാക്കി എന്തായാലും കേരളത്തിന്റെ പ്രസിഡന്റായ, അതായത് BJPയുടെ പ്രസിഡന്റായ രാജീവ് ചന്ദ്രശേഖർ ഇതൊരിക്കലും അനുവദിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അതുപോലെ സുരേഷ് ഗോപി തന്നെ പറഞ്ഞു ഇതിന് വലിയ വില കൊടുക്കേണ്ടി വരും, ഇങ്ങനെ ഒരു കേസെടുത്തിരിക്കുന്നതിന് ഒരു കാരണവശാലും അംഗീകരിക്കില്ല എന്ന് സുരേഷ് ഗോപിയും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊരു രാജ്യസ്നേഹം തുളുമ്പുന്ന തരത്തിലുള്ള ഒരു പൂക്കളം നമ്മുടെ മഹോത്സവവുമായി ബന്ധപ്പെട്ട് ഓണമഹോത്സവമായി ഇട്ടപ്പോൾ ആർക്കാണ് ഇത്ര ചൊറിച്ചിലുണ്ടാകുന്നത് എന്നത് മനസ്സിലാകുന്നില്ല. എന്തായാലും കേന്ദ്ര സർക്കാർ അടിയന്തരമായിട്ട് സുരേഷ് ഗോപി അങ്ങോട്ട് ക്ഷണിച്ചിരിക്കുകയാണ്, അങ്ങോട്ട് വിളിപ്പിച്ചിരിക്കുകയാണ്. കേരളത്തിൽ ഓണാഘോഷ പരിപാടികളിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ് സുരേഷ് ഗോപി എത്തിയത്. അദ്ദേഹത്തിന്റെ നാടായ മണ്ഡലമായ തൃശ്ശൂരിൽ വളരെ പ്രസിദ്ധമായ പുലിക്കളി നടന്നുകൊണ്ടിരിക്കുകയാണ്. പുലിക്കളിക്ക് 3 ലക്ഷം രൂപ അദ്ദേഹം സഹായ വാഗ്ദാനം നടത്തിയിരുന്നു സർക്കാരിന്റെ കേന്ദ്ര ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ വകയായിട്ട്. അത് നേരിട്ട് പുലിക്കളി സംഘങ്ങൾക്ക് കൊടുക്കും എന്നതാണ് നേരത്തെ കിട്ടിയ വിവരം. അതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഇവിടെ എത്തിയതെന്ന് നേരത്തെ നമുക്ക് കിട്ടിയ വിവരം. അങ്ങനെയാണ് പറയപ്പെടുന്നത്. പക്ഷേ പെട്ടെന്നാണ് അദ്ദേഹത്തിനെ തിരിച്ചു വിളിച്ചിരിക്കുന്നത്. ഇത് എന്തിനു വേണ്ടിയിട്ടാണ്? അതായത് തൃശ്ശൂരിൽ ഓണാഘോഷങ്ങളുണ്ട്, മറ്റ് പരിപാടികളുണ്ട്, കേരളത്തിൽ വേറെ 1-2 പരിപാടികളുമായിട്ടാണ് സുരേഷ് ഗോപി എത്തിയത്. ഇതൊക്കെ എല്ലാം ക്യാൻസൽ ചെയ്തിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട തൃശ്ശൂരിലെ ഓണത്തിന് പങ്കെടുക്കാൻ, ഓണാഘോഷങ്ങളിലും പുലിക്കളിയിലും പങ്കെടുക്കാൻ പോലും കഴിയാത്ത തരത്തിൽ സുരേഷ് ഗോപിയെ പെട്ടെന്ന് തിരിച്ചു വിളിച്ചത് എന്തിനാണ് എന്ന ഒരു ചോദ്യം ഉയരുന്നുണ്ട്. ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ടോ എന്നത് ഒരു പ്രധാനം തന്നെയാണ്. പക്ഷെ അതിന് അദ്ദേഹത്തിന് പോയി വോട്ട് ചെയ്യാനുള്ള അവസരങ്ങളുണ്ട്. പക്ഷെ അതിനു മുമ്പായിട്ട് എന്തിനാണ് വിളിച്ചത്? കേരളത്തിൽ നടക്കുന്ന സംഭവങ്ങൾ കേന്ദ്ര സർക്കാർ അറിയുന്നുണ്ട്. അയ്യപ്പ സംഗമത്തിന്റെ പിന്നിൽ ഒരു രാഷ്ട്രീയ ലക്ഷ്യം ഉള്ളതുപോലെ തന്നെ അതിനേക്കാളും വലിയൊരു സംഗമം സംഘടിപ്പിക്കാനുള്ള നീക്കം നടക്കുന്നു. അത് രാജ്യസ്നേഹികളുടെയും രാജ്യത്തു നിന്നുള്ള പ്രമുഖരായ വ്യക്തികളും പങ്കെടുക്കുന്ന ഒരു വലിയ സംഗമമായിരിക്കും കേരളത്തിൽ നടക്കാൻ പോകുന്നതെന്ന ഒരു സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത്.